KSRTC പെൻഷൻ തുക വൈകുന്നതിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കാട്ടാക്കടയിലെ വിരമിച്ച KSRTC ജീവനക്കാരൻ ജീവനൊടുക്കിയ സംഭവത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത്. സർക്കാരിനോട് ആഗസ്റ്റ് മാസത്തെ പെൻഷൻ എത്രയും വേഗം നൽകണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ ഇനിയൊരു ആത്മഹത്യ ഇവിടെ ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ ദുഃഖകരമാണെന്നും KSRTC പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളിൽ സർക്കാരിന് ദുഃഖം തോന്നുന്നില്ലേ എന്നും കോടതി ചോദിച്ചു. അതേസമയം പെൻഷൻ കിട്ടാതെയാണ് ആത്മഹത്യ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് സർക്കാർ നാണമില്ലാതെ ഹൈക്കോടതിയെ അറിയിച്ചത്. 4 ആത്മഹത്യകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞു. ഓണമാണ് വരുന്നത് എന്നും സെപ്റ്റംബറിലെ പെൻഷൻ നൽകാൻ വൈകരുത് എന്നും കൃത്യമായി കൊടുക്കണമെന്നും കൂടി ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ജൂലൈ മാസത്തെ പെൻഷൻ കൊടുത്തു എന്നും ആഗസ്റ്റിലെ പെൻഷൻ ഒരാഴ്ചക്കുള്ളിൽ നൽകുമെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചു. കഴിഞ്ഞ 20-നാണ് KSRTCയിലെ റിട്ടയർഡ് ജീവനക്കാരനായ കാട്ടാക്കട ചെമ്പനക്കോട് സ്വദേശി M സുരേഷ് ആത്മഹത്യ ചെയ്തത്. പെൻഷൻ കിട്ടാത്തതിലെ മനോവിഷമമാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പാപ്പനംകോട് ഡിപ്പോയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരനായിരുന്നു സുരേഷ്. പാപ്പനംകോട് ഡിപ്പോയിൽ ജീവനക്കാരനായിരുന്ന സുരേഷിന് അപകടത്തെ തുടർന്നുള്ള ചികിത്സയ്ക്കടക്കം സാമ്പത്തിക ബുദ്ധിമുട്ട് ബാധിച്ചിരുന്നു. KSRTC ജീവനക്കാർക്ക് പെൻഷൻ നൽകാത്തതിന്റെ പേരിൽ സർക്കാർ നേരിട്ടത് 2 വർഷത്തിനിടെ 15 കോടതി അലക്ഷ്യ നടപടികളാണ്. പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ 4 പേരാണ് ഇതിനകം ആത്മഹത്യ ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മാധ്യമങ്ങൾ മുഴുവൻ നിറം പിടിപ്പിച്ച ലൈംഗിക കഥകളുടെ പിന്നാലെയാണ്. സാധാരണക്കാരുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ അവർക്കൊന്നും നേരമില്ല. സർക്കാരും ഇതൊരു വലിയ അനുഗ്രഹമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കോടതിയുടെ ഈ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.